പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ വൈകനത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവരേശല പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നയിക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴിന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും കാലം സ്തുതിയിടുമെന്നും അനവദ്യൻ ഭവനാഥാൻ മഹിമയ്ക്കടവിൽ അറിവു ഞാൻ.
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേയ്ക്കുന്നെന്ന് പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. ദൈവനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ്വര, പരിപാലനാം ബലവാനേ, പരിപാലനാം ആവർത്തിയേ, കാരുണ്യം ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകിയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാനവ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. ദൈവമായ കർത്താവേ, സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 9 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിൻ കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിന് പുറമെയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവനിയമമില്ലാത്തവനായിരുന്നില്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി.
എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൻ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കുന്നതിനായി നിങ്ങൾ ഓടുവിൻ. കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായതിനു വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശ്രയമെന്നരതാരി വന്നു നിറഞ്ഞു തൊഴുന്നിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുരായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനോഹര ത്വരിത കവിത ത്വരിത തോന്നാവിപ്പോ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 27 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചികിട്ട തടിക്കുന്നവന് മറ്റേ ചികിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലേറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണ്, ജൂൺ 29. ഇന്നത്തെ ഈ വായനയിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിൽ 36-ാമത്തെ തിരുവചനം വളരെ
നമുക്കൊക്കെ സുപരിചിതമായ തിരുവചനമാണ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. എന്നാൽ ഇന്നത്തെ വചനം തുടങ്ങിയത് 27-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ വാക്ക് ശ്രവിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. പത്രോസ് ലീഹ ഒരു സാധാരണ ഒരു മുക്കുവനായിരുന്നു. പൗലോസ് ലീഹ നല്ല അറിവും നല്ല പാഠവും നല്ല ഉന്നതകുല ജാതീയനും പിന്നെ അറിവിൻ്റെ സ്ഥലമായ താർസൂസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. പിന്നെ അദ്ദേഹം ഒരു സൈന്യാധിപനും കൂടിയായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ രണ്ടുപേരും വിശുദ്ധ പത്രോസും പൗലോസും ഈശോ അവരെ രണ്ടുപേരെയും തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യം ഈശോയ്ക്കുണ്ട്. പത്രോസ് ലീഹായുടെ ജീവിതത്തിലും പൗലോസ് ലീഹായുടെ ജീവിതത്തിലും രണ്ടുപേരും തികഞ്ഞവരായിരുന്നില്ല. രണ്ടുപേരും അവരുടേതായിട്ടുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കൊണ്ട് വീണുപോയവരാണ്. നമുക്കറിയാം, പത്രോസ് തള്ളി പറഞ്ഞു, പക്ഷേ മാനസാന്തരപ്പെട്ട് മനം നൊന്ത് അദ്ദേഹം തിരിച്ചു വന്നു. പത്രോസിനെ നോക്കി കൃത്യമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയുമെന്ന്. അത് പിന്നീട് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പൗലോസ് ലീഹ ഒരു മതപീഡനം നടത്തിയിരുന്ന വ്യക്തിയാണ്. അവസാനം പൗലോസ് ലീഹായും ഈശോ മാനസാന്തരപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ നടപടി പുസ്തകത്തിൽ പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. കുതിരപ്പുറത്ത് പോകുമ്പോൾ ഇടിഞ്ഞുടിഞ്ഞ് വീഴുന്നു, കണ്ണ് കാണാതെയാവുന്നു, അങ്ങനെ പിന്നീട് ദൈവത്തിൻ്റെ ഒരു സ്വരം കേൾക്കുന്നു, അങ്ങനെ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. വിശുദ്ധ പത്രോസ് ലീഹായോട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ആ കുരിശിലേക്ക് നോക്കി പത്രോസ് ലീഹ മനംനൊന്ന് കരഞ്ഞു എന്നാണ് പറയുക. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഇവർ രണ്ടുപേരെയും നമ്മൾ ഒന്ന് മുൻനിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ലക്ഷ്യമൊക്കെ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ, അത് കുടുംബജീവിതമായാലും സന്യസ്ത ജീവിതമായാലും ഏത് ജീവിതമാണെങ്കിലും നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഇടപെടലനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മോട് സ്വർഗസ്ഥനായ പിതാവ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് അവർ കരുണ കാണിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോസ്തോല പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ സൂനദോസ് നടക്കുന്ന ഒരു സമയമുണ്ട്. അതായത് അതിനെ ജെറൂസലേം സൂനദോസ് എന്നാണ് വിളിക്കുക. ജെറൂസലേം സൂനദോസ് കൂടാനുള്ള കാരണം തന്നെ ഒരു പ്രത്യേക കാരണമാണ്. അതായത് പത്രോസ് ലീഹ യഹൂദ വംശവുമായി ബന്ധപ്പെട്ട് യഹൂദരുടെ ഇടയിൽ അദ്ദേഹം റോമിലാണ് കഴിയുന്നത്. ഈ പൗലോസ് ലീഹയാണെങ്കിൽ വിജാതിയർക്ക് വേണ്ടി ലോകമെങ്ങും പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയി സുവിശേഷം പ്രസംഗിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞ് പുതിയ പുതിയ സഭകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ വിജാതിയരുടെ ഇടയിൽ സംസാരിക്കുമ്പോഴും യേശുവിനെ പരിചയപ്പെടുത്തുമ്പോഴും അവർക്ക് പലർക്കും പരിച്ഛേദനം എന്ന് പറയുന്ന ക്രമം അല്ലെങ്കിൽ ആ തിരുക്രമം ചെയ്തിരുന്നില്ല. അതിൻ്റെ പേരിൽ ശിഷ്യന്മാരുടെ ഇടയിലും, ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ 12 സ്ലീഹന്മാർ മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരൊക്കെയും ഉണ്ട്, അവരുടെ ഇടയിലൊക്കെ സംസാരമുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യത്തെ സുനഹദോസ് കൂടുന്നത്. അപ്പോൾ പല ചർച്ചകളും വന്നു, പല അഭിപ്രായങ്ങളും വന്നു. എന്താ പറയുക, ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളുണ്ടായി, 2 പക്ഷത്തും ആളുകളുണ്ടായി. ഒടുവിൽ പത്രോസ് ലീഹയാണ് അവരുടെ നേതാവെന്ന് നമുക്കറിയാം. പത്രോസ് ലീഹ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ കരുണ നമ്മൾ സ്വീകരിക്കുന്നവരാണ്. വിശുദ്ധ ബലി അപ്പമുറിക്കൽ ശുശ്രൂഷയിലൂടെ അവൻ്റെ സ്നേഹത്തിലും കരുണയിലും പങ്കുപറ്റുന്നവരാണ്. എങ്കിൽ വിജാതീയരോട് നമ്മുടെ വിശ്വാസം അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ
അവരുടെ വിശ്വാസത്തെയും അവരുടെ രീതികളെയും അവരുടെ വ്യക്തിത്വത്തെയും മാനിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ജെറുസലേം സുനദോസ് തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. രണ്ടുപേരെ, പൗലോസ്ലീഹായും അതുപോലെ തന്നെ ബർന്നബാസിനെയും നിയമിച്ചുകൊണ്ട് എല്ലാ സഭകളിലും പോയി ഇതിൻ്റെ വിശദീകരണം കൊടുക്കാൻ പറയുകയാണ്. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ യാത്രയാവുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ്ലീഹന്മാർ സഭയുടെ നെടുന്തൂണായി മുന്നോട്ട് നമ്മൾ നിർത്തുമ്പോൾ സഭയുടെ മുഖം എന്ന് പറയുന്നത് കരുണയുടെ മുഖമാണ്. വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതത്തിൽ അത് കൃത്യമായി അവർക്ക് യേശുവിൽ നിന്ന് അനുഭവിക്കാൻ സാധിച്ചു. കാലം ചെയ്തു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും കരുണയുടെ മുഖമുള്ളവരായിട്ട് മാറണമെന്ന്. ശത്രുക്കളെ സ്നേഹിക്കാൻ, നമ്മെ വെറുക്കുന്നവരെ സ്നേഹിക്കാൻ, നമ്മൾ വെറുക്കുന്നവരോട് ക്ഷമ കാണിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുണയെന്ന ഭാവം നമുക്കുണ്ടാകണം. കരുണയുണ്ടെങ്കിലേ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പിതാവ്, ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് പോലെ നമുക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനുള്ള കഴിവ് തരണമേ. ആ ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹമുള്ളവരെ, ഓരോ പ്രാവശ്യവും സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു വെക്കുന്നൊരു കാര്യമാണ്. ആ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, പൂർണ്ണമായി തീരണമെങ്കിൽ, പിതാവായ ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ കുറവുകളും നമ്മുടെ മറ്റുള്ളവരുടെ പോരായ്മകളും സങ്കടങ്ങളും വേദനകളൊക്കെ അവരെ ഏൽപ്പിക്കുന്ന മുറിവുകളൊക്കെയും നമ്മളും ക്ഷമിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശുദ്ധ പത്രോസ് പൗലോസ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെ കാണിച്ചു തന്ന മാതൃക പോലെ നമുക്കും കരുണയുള്ളവരാകാം, നമുക്കും ക്ഷമിക്കുന്നവരാകാം, നമുക്കും മറ്റുള്ളവരുടെ കുറവുകളിലും പോരായ്മകളിലും എന്താ പറയുക, കോപിക്കാതെ അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരോട് കരുണയോടെ ഇടപെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു വലിയ വെല്ലുവിളിയാണ്, നമുക്കെല്ലാവരുടെയും മുൻപിലുള്ളൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി അതിജീവിക്കണമെങ്കിൽ തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിരന്തരമായ സ്വർഗസ്ഥനായ പ്രാർത്ഥനയിലൂടെ ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് സൂചിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് കരുണയുള്ളവനായിരുന്നത് പോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ശത്രുക്കളായി കാണുന്നവരോട് ക്ഷമിക്കാം, അവരെ ഉൾക്കൊള്ളാം, അവരെ സ്നേഹിക്കാം. മുറിവേൽപ്പിച്ചവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ സ്നേഹിക്കാൻ നമുക്ക് പഠിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ഇന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. സ്ലേഹന്മാരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അഭംഗുരം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ കേപ്പായ്ക്ക് നൽകുകയും പൗലോസിനെ 3-ാം സ്വർഗം വരെ ഉയർത്തുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെയും സ്വർഗരാജ്യത്തിന് അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അജഗണങ്ങളെ പരിപാലിക്കാൻ കേപ്പായെ ഭരമേൽപ്പിക്കുകയും ജനതകളോട് സുവിശേഷം പ്രഘോഷിക്കാൻ പൗലോസിനെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെ വിളിക്കനുസൃതം ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച പത്രോസ് പൗലോസ് സ്ലേഹന്മാരെ പോലെ എല്ലാറ്റിലും ഉപരിയായി അങ്ങയെ സ്നേഹിക്കാനും അങ്ങയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സുവിശേഷ പ്രഘോഷണം സർവപ്രധാന ദൗത്യമാക്കിയ പത്രോസ് പൗലോസ് ലേഖന്മാരെ പോലെ ജീവിതകാലം മുഴുവൻ സുവിശേഷത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായി, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ സഭയെ പഠിപ്പിക്കുവാനും നയിക്കുവാനും നീ നിയോഗിച്ച പത്രോസ് പൗലോസ് ലേഖന്മാരുടെ ജീവിത മാതൃക ഞങ്ങൾക്ക് മാർഗദീപമാകട്ടെ. നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറയാനും നിന്റെ വചനം പ്രഘോഷിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാൽ മനുഷ്യരാകാനും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിലുമിതാ പാവനബലിപീഠേ സ്നേഹബലങ്ങളുടനയുഗനാ അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോട് ചേർന്നേണം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസ് പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ശരീരങ്ങളിവരും നിന്റെ സ്തുതിർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മനുഷ്യരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയം അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലശക്തിയുള്ള യാതൊരു യുവങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാ സൃഷ്ടികളാത്തവനും ഏകകർത്താവുമായ ഈശ്വരനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോടും കൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടികളുടെയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാർത്തരയ്ക്ക് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു.
ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിസ്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സർവ്വജ്ഞത്തിനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റാൻ അങ്ങേ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എല്ലാവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങളുടെ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വെച്ചുവൻ. ഭയബദ്ധജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സംബന്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് യേശുവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനുമരും രൂപികളുമായ സ്വർഗീയ സേനകൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ജയഗീതം പാടിടാം, സ്വരഗീതം നേടിടാം. രാജാതിരാജൻ ഈശനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ. രാജാതിരാജൻ ഈശനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ. ആർപ്പുകളോടെ ആഗതനാകും നിന്നിന്റെ നാഥനും ഓശാന പാടാം. കർത്താവിന്നും അവനല്ലോ ഓശാന, ജയഗീതം പാടിടാം. ഓശാന, സ്വരഗീതം നീട്ടിടാം.
കർത്താവായ ദൈവമേ, ഈ സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്തുതിക്കുന്നു ജീവനാമിന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാലിന്യോ 14 പാപ്പയ്ക്കും മറാഫിൽ തട്ടിൽ ശ്രേഷ്ഠമിത്രാബലിതാക്കും മറാൻഡ്രൂസ് മിത്രാബലിതാക്കും മാർപോളിമിത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിത അൽമായ പുരുഷധർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്ത്രവതി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുറകിയ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുവിന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഇടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയ സജീവവും പരിശുദ്ധവും ജീവനായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ദുരിതം എന്നോട് ചെയ്തോന്നരമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊഴിഞ്ഞ് കൈക്കൊള്ളുമോ എന്നിൽ നിത്യം ജീവിക്കും സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചന യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി തീരുകയാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നോദനരും നിഷ്കളകരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകദൈവം പരിശുദ്ധനാകുന്നു, ഏകപുത്രനും പരിശുദ്ധനാകുന്നു, ഏകരൂഹവും പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വമേലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്ത്രീരാഷ്ട്ര വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസുബാധകളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹായുടെ ജീവനായകവും രക്ഷാകരവുമായ സന്ദേശം സ്ലീഹന്മാരിലൂടെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചെങ്കിൽ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ച സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും കർത്താവായ മിശിഹായെ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ രക്തസാക്ഷിത്വത്തിലൂടെ നീ ധന്യമാക്കിയ സഭയിൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവരെ പോലെ നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറയാനും നിന്റെ വചനം പ്രഘോഷിക്കുവാനും നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ രക്ഷയ്ക്കായി തന്റെ ഏകജാതനെ നൽകാൻ തിരുമനസ്സായ പിതാവായി ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ തന്റെ സഭയെ സ്ഥാപിച്ച മിശിഹായെ നമുക്ക് സ്തുതിക്കാം. സഭയിൽ നിന്നും വസിച്ചുകൊണ്ട് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രകീർത്തിക്കാം. മിശിഹായെ എല്ലാറ്റിനും ഉപരി സ്നേഹിക്കുകയും ദൈവികതമനുസരിച്ച് സഭയെ പടുത്തുയർത്തുവാൻ യത്നിക്കുകയും ചെയ്ത പത്രോസ് പൗലോസ് സ്ലീഹന്മാർ നിങ്ങൾക്ക് സജീവ മാതൃകളായിരിക്കട്ടെ. നിങ്ങൾ സ്വീകരിച്ച ഈ കുദാശ തിരുസന്നിധിയിലുള്ള സമൃദ്ധിക്കും സ്വർഗീയ യെരൂശലേമിൽ മിശിഹയുടെ വലത്തുഭാഗത്തുള്ള സ്ഥാനത്തിനും നിങ്ങളെ യോഗ്യരാക്കട്ടെ. കർത്താവിന്റെ സജീവമായ സ്ലീവായ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. കാരണമാകട്ടെ.